ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പതനമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിക്ക് നമുക്കറിയാം കോൺഗ്രസിന് മാത്രമാണ് BJP-യെ തടുക്കാനുള്ള ശേഷിയുള്ളത്, BJP-യെ തകർക്കാനുള്ള ശേഷിയുള്ളത് എന്ന് പല ആൾക്കാരും പല നിരീക്ഷകരും വിലയിരുത്തുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജിയോടുകൂടി അതിൻ്റെ അവസാനമുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇതുവരെ ഒരു സമരം പോലും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് മുന്നിൽ മറ്റൊരു സമരം വിജയിച്ചു വരികയാണെങ്കിൽ ആ സമരം വിജയിച്ചു വരുമ്പോൾ ജനങ്ങളുടെ ചിന്ത അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ആവുകയും ഇനി ഈ കോൺഗ്രസ് എന്തിനാണ് ഇവിടെ എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ ഉരുത്തിരിയാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നാണ് കേന്ദ്രം ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ഹാൻഡിലുകൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച സമരം നടത്തുകയാണ്. അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ക്രെഡിറ്റ് വളരെ വലിയ രീതിയിൽ ഏറ്റെടുക്കുമ്പോഴും ഇടയിൽ കൂടി രാഹുൽ ഗാന്ധിയാണ് ഈ സമരത്തെ നയിച്ചത്, രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഈ സമരം പൊളിഞ്ഞു പോകുമായിരുന്നുവെന്ന് കോൺഗ്രസ് ഹാൻഡിലുകൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച ശ്രമമാണ്. രാഹുൽ ഗാന്ധിയെ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് കോൺഗ്രസിന് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോൺഗ്രസിന് ഇതുവരെ ഒരു സമരത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് എല്ലാ സംസ്ഥാനങ്ങളിലും റൂട്ടുകളുണ്ട്. ആ റൂട്ടുകൾ ഉപയോഗിച്ച് പോലും കോൺഗ്രസിന് ഇതുവരെ ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോൺഗ്രസ് അല്ല ഈ രാജ്യത്തെ യഥാർത്ഥ പ്രതിപക്ഷം, ഈ രാജ്യത്തെ യഥാർത്ഥ പ്രതിപക്ഷം ജനങ്ങളാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുക കൂടെയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.